നിങ്ങൾ വിചാരിക്കും ഇതെന്നാ ചിരിക്കുന്നതെന്നല്ലേ? അതായത് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്നാ കല്യാണി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്. ആ പെണ്ണെന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് ഇന്ന് അപ്പൂന് സ്കൂളില്ല, ഇന്ന് അപ്പൂന് സ്കൂളിൽ പോകണം, ഇന്ന് അപ്പൂന് ഇവിടെ പോകണം എന്തൊക്കെ പറഞ്ഞിട്ട് കുറെ ക്രീമും ഭാര്യ തേച്ചിട്ട് നാട്ടുകാരോടെല്ലാം പറയും നാളെ പോലെ ഇത് നിങ്ങൾ ഭാര്യ തേച്ച് ഇങ്ങനെ വെളുത്തിട്ട് പാറാന്ന് പറയും. അതുപോലെ തന്നെ ഓളെ ക്യാമറ ഇട്ടിരിക്കാന്ന് ഇവിടെ ആർക്കും അറിയുകയും ചെയ്യില്ല. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇങ്ങനെ ഓരോരോ പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാന്ന്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മുഖത്തിന് തന്നെ പണി കിട്ടി. എന്താണെന്നറിയില്ലേ, ഏതോ ഒരു ക്രീം വാരി തേച്ചപ്പോൾ അതിൻ്റെ അകത്ത് എന്തോന്ന് കൂടിപ്പോയായിരുന്നു. അങ്ങനെ കൂടി കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും മുഖം മൊത്തം കരിവാളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കരിക്കട്ട പോലെയായി. നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് പോയി. അതുവരെ ഓളെന്നാ പറയലെന്നറിയാം, അയ്യോ നിങ്ങളാരും ക്ലിനിക്കിലേക്ക് പോകല്ലേ, എന്തുണ്ടെങ്കിലും ഈ ക്രീം മാറ്റി തരുന്നാ പറയാറ്. ഏതായാലും നേരെ ക്ലിനിക്കിലേക്ക് പോയിട്ട് അവിടെയുള്ള ഡോക്ടറോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് വേണം, അതായത് ഇങ്ങനെ പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ അവിടെ കുറച്ച് ഉടായിപ്പും കാര്യങ്ങളൊക്കെ നടത്തി, ഞാൻ ബ്ലോഗറാണ് നിനക്ക് കാണിച്ചു തരാടാ, നിന്റെ ഹോസ്പിറ്റലിൽ നാളെ ഞാൻ പൂട്ടാടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി നോക്കി. ഏതായാലും അങ്ങനെ നടത്തിയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് ഈ ഡോക്ടർമാർ എന്ത് ചെയ്തു, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെല്ലെ എടുത്തിട്ട് വെളിയിലിട്ടാർന്ന്, അതായത് അവരെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ബ്ലോഗർമാർ എന്തെങ്കിലും ഭാര്യ തിന്നോ എന്ന് പറയുമ്പോൾ തിന്നുന്ന കുറെ ആൾക്കാരുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാര്യനെയും കൊണ്ട് നടക്കുന്ന ഒരുത്തണ്ടല്ല, ഓന്റെ ഭാര്യമാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ പെണ്ണുങ്ങൾ കേൾക്കുന്ന പറയുന്നത്. അതായത് അവരിനിപ്പം നാളെ ചാണം പാരി തിന്നു പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ പെണ്ണുങ്ങൾ അപ്പോൾ പോയി തിന്നു. നാളെ ചാണം പാരി തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്തിന് നല്ല സ്തുതി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം പെണ്ണുങ്ങൾ മുഴുവൻ പോയിട്ട് തിന്നുന്ന അവർ പറയുന്നത്. അത്രത്തോളം അവരെ വിശ്വാസമാണ് പോലും ഈ 2 ഭാര്യയുള്ളവന്റെ പെണ്ണുങ്ങളെ ഭയങ്കര വിശ്വാസം കേരളത്തിലെ ആൾക്കാർക്ക്. അതായത് അവരെന്തോ പറഞ്ഞു കഴിഞ്ഞാലും വിജയിക്കുന്ന അവർ പറയുന്നത്, അതിനുള്ള വരുമാനം അവർക്ക് കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എന്നാ മലപ്പുറത്തങ്ങാറ്റുള്ള കുഞ്ഞോന എല്ലാവരും ബരിയും നിലം പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഓനും ഇതേപോലെ തന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളെല്ലാം പോയിട്ട് വാങ്ങിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉപ്പ് തൊട്ട് കർപ്പൂരം പേരിലെ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ ഓനെ തന്നെ എല്ലാവരും വിളിക്കുന്നത്. അതെന്താ വെച്ചാൽ ഓന്റെ വീട്ടിൽ ഇതെല്ലാം കൊണ്ടുപോയിട്ട് തിന്നുന്ന നാട്ടുകാരെ വിചാരോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഹമുക്കളാണെങ്കിൽ ഇതൊന്നും നോക്കത്തൂല, എല്ലാം പാരി പോയിട്ട് തിന്നുകയും ചെയ്യും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അതായത് ഇതൊക്കെ ഭാര്യ തിന്നുന്നതും തേക്കുന്നതൊക്കെ ഇവരപ്പുറത്ത് പോയിട്ട് എന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറേ ഫോളോവർ ഇല്ലാന്ന്, അതും കുറേ അമ്മമാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാവിലെ എൻ്റെ കൊച്ചിന് എന്ത് കൊടുക്കാമെന്ന് നോക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവര് വീഡിയോ കണ്ടിട്ട് ആ കൊച്ചിന് ഇന്നെന്നാ കൊടുക്കുന്നത്, ഇന്ന സാധനം എന്നാ പിന്നെ എൻ്റെ കൊച്ചു ഇത് തിന്നാ മതി, അങ്ങനെ നോക്കുന്ന അമ്മമാരുണ്ട്. അപ്പൊ ആ സ്ത്രീയുടെ ഒരു പരസ്യം ഇതാണ്, എന്താ വെച്ചാൽ എൻ്റെ മകൾക്ക് ഞാൻ ഇതാണ് കൊടുക്കുന്നതെന്ന്. അതായത് എന്തോ ഒരു പൊടി കലക്കി കൊടുക്കുന്നതാന്ന്. എന്നിട്ട് പറയാ ഈ പൊടി കലക്കി കൊടുത്തോണ്ടാണ് അവളിങ്ങനെ വളർന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പരസ്യം അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അവര് പൊടി കലക്കി കൊടുക്കുന്നുണ്ടോ? ഒരിക്കലും കൊടുക്കത്തില്ല. നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യം പോയിന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യത്തിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ടുമായിട്ടുള്ള കുറെ ഉടായ്പകളാണ്. ഇവരുടെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം ആൾക്കാരിൽ ഒരു 4 ലക്ഷം ആൾക്കാരെങ്കിലും ഇത് വാങ്ങിക്കും. അത് തന്നെയാണ് ഇവരുടെ വിജയം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാട്ടിലെ ഓയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സ്കീം ഇന്നാൾ വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതായത് ഇത് തേച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ മൊത്തം രോമായിരിക്കും. അങ്ങനെ പറയുന്ന കേട്ടിട്ട് ഉള്ള ബാർബർമാർ വെച്ചും വന്നിട്ട് ബാർബർ ഷോപ്പ് തുടങ്ങിയിന്. എന്നിട്ട് എവിടെയാ രോമം വന്നത്? ഒരു പൊടിയും വന്നില്ല. അതായത് മറ്റേ എന്തോ ഒരു ചൊല്ലില്ലേ, അതേപോലെയാണ് നടന്നത്. ആ ഓയിലിന്റെ പരസ്യം അതെല്ലാരും ചെയ്തിനി. എല്ലാവർക്കും നല്ല പൈസയും കിട്ടീനി, നല്ല സുഖത്തിലുള്ള താമസവും കിട്ടീനി, അവർക്കൊക്കെ അടിച്ചു പൊളിക്കേണ്ട ഇതും കിട്ടീനി. അവരാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇവിടെയുള്ള കേരളത്തിലുള്ള മൊത്തം ആൾക്കാരെ പറ്റിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വ്ളോഗർമാർ തീട്ടമ്പാരി തിന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടമ്പാരി തിന്നുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുടിഞ്ഞ വിശ്വാസമാണ്. നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവര് പോലും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് സജസ്റ്റ് ചെയ്യുന്നത്. അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ക്യാമറേന്റെ മുന്നിൽ 1-2 മിനിറ്റ് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇതും തേച്ചിട്ടോ അല്ലെങ്കിൽ ഇതും തിന്നിട്ടോ നടക്കുന്നവരല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇവരൊക്കെ വാങ്ങിക്കുന്നതും പറയുന്നതൊക്കെ വാങ്ങിച്ച് തിന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ 8ന്റെ പണി കിട്ടുവാർന്ന്. ഒന്നിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ഇപ്പോൾ ഉണ്ടല്ലോ എന്നാ ക്യാൻസർ വാർഡും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻറ്റും അതുപോലൊക്കെ ഒരുപാട് രോഗികളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം നമ്മളെ ഭക്ഷണത്തൊന്നും അൽഫാമൊന്നും വന്നതൊന്നും അല്ല. കുറേയല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പെണ്ണിന് കിട്ടിയ 8ന്റെ പണി അത് നിങ്ങൾക്കെല്ലാം ഒരു പാഠമാണ്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടി പറഞ്ഞിട്ട് നിങ്ങൾ എത്ര മാത്രം ക്രീമുകൾ വാങ്ങിച്ചിട്ടുണ്ടാകും?
നിങ്ങൾ എന്തോരം പിന്നെ എന്താ പറയേണ്ടത് മോത്തിടുന്നേയും അതുപോലെ തന്നെ തിന്നുന്നയൊക്കെ സാധനം വാങ്ങിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ഒന്നും ബാക്കി കിട്ടിയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 8ന്റെ പണിയാ കിട്ടാൻ പോന്ന്, 8ന്റെ പണി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അട്ടിയിട്ടത് കാണിക്കും. ഇതല്ല ഇവര് തിന്നുന്നതാന്നാ ഇവര് വിചാരിക്കുന്നത്. മണ്ണാൻ കട്ടിയാന്ന് ഇവര് ഒരൊലക്കിയും തിന്നൂല ഇവര്. കാരണം ഇതെല്ലാം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവര് തിന്നുന്ന ഇതാണെന്നാ നിങ്ങൾ വിചാരിച്ചത്. പരസ്യത്തിന് വേണ്ടിയിട്ട് ഈറ്റങ്ങളെല്ലാം എടുത്തിട്ട് മുകളിൽ വെക്കുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്നാൽ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് അട വെക്കോ. അല്ലാതെ എന്താണ് ഇവര് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വേണിക്കുന്നതെന്നല്ല ഇത്. അത് നിങ്ങൾ ആലോചിക്കും. ഇതെല്ലാം നിങ്ങളെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ രാവിലെ മുതലെന്ന് പറഞ്ഞാൽ ചില വ്ളോഗർമാരുടെ അടുക്കളയിൽ നോക്കി നിൽക്കും. രാവിലെ എന്താന്ന് അവർ ചായക്ക് ഇതുണ്ടാക്കുന്നത്, രാവിലെ എന്താ ചട്നിയാണോ, തേങ്ങാ ചട്നിയാണോ, ഉള്ളി ചട്നിയാണോ, ഇതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കൂല ചില പെണ്ണുങ്ങൾ. അതുപോലെ എന്ന് പറഞ്ഞാൽ അടിമകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയാണ് 8ന്റെ പണിയാ നിങ്ങൾക്കെല്ലാം കിട്ടാൻ പോകുന്നത്, 8ന്റെ പണി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതുപോലെയുള്ള ക്രീമുകളും കാര്യങ്ങളൊക്കെ ഭാര്യ തേക്കുമ്പോൾ സൂക്ഷിച്ചോ. ആ പെണ്ണിൻ്റെ അതൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഇവിടെ പല മാന്യതയുടെ രൂപവും പറയുന്ന കുറേ സ്ത്രീ വ്ളോഗർമാരുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രസംഗിക്കുകയവര് എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവർ നിലകൊള്ളും, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാന്ന് പറയും. എന്നിട്ട് ഇവർ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ക്രീമിന്റെ പരസ്യം എടുക്കും. എന്നിട്ട് അത്രയും ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ഥിരമായിട്ട് അവരിത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇതൊന്നുമില്ല. അവർക്ക് ആ താൽക്കാലികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതിനെക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചില്ലറ കിട്ടും, ഒരു 1-2 മണിക്കൂർ കൊണ്ട്. അതാണ് ഇവരുടെ ഇതിൻ്റെ അകത്തുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവരുടെ വാക്കൊന്നും കേട്ടിട്ട് നിങ്ങൾ മറ്റേ തള്ളുന്ന ഒരു പെണ്ണുണ്ടല്ലോ എന്നാൽ കാസർഗോഡ് എടിയുള്ളേ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഈ ക്രീമിന്റെ പരസ്യം ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെ ഒന്നും ബാക്ക് കേട്ടിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് പണി കിട്ടണ്ടായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടൊന്നും അല്ല വാങ്ങിക്കുന്നത്, ചില്ലറക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ്. അവർ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പിക്കണം. അതാണ് അവരുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങൾക്ക് ദോഷകരമായ വിധത്തിൽ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞങ്ങൾ പറയത്തില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ ഈ ഫാമിലി ബ്ലോഗർമാർക്കൊന്നും ഇല്ല, അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതെല്ലാം വിറ്റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് കുറച്ച് പൈസ അങ്ങ് കീശയിലാക്കുക. ഇത് മാത്രം അവരുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളെ നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനോ മറ്റുള്ളവരെ നന്നാക്കാനോ ഒന്നും അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ല ചക്കക്കുരുവും ചുട്ട് നിന്നിട്ട് ഇരുന്നൂടെയായിരുന്നു. എന്തിനാന്ന് വെറുതെയെങ്കിലും പോയിട്ട് ബെല്ല ക്രീമും വാങ്ങിച്ചിട്ട് പണിയും കിട്ടിയിട്ട് ഡോക്ടർമാരുടെ അടുക്കുകയും പോയിട്ട് എന്തിനാ വെറുതെയെങ്കിലും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വളരെയധികം സൂക്ഷിച്ചോ മക്കളെ. ആരുടെ ഒന്നും ബാക്കും കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് സാധനം വാങ്ങിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ 8ന്റെ പണിയാന്ന് കിട്ടുക. ഇപ്പൊ ഇതിൻ്റെ തന്നെ കാര്യം കാണുന്നില്ല. നമ്മളെ മോന്ത പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇത്രയും ശോഭയുള്ള മോന്ത പിന്നെ പോയിട്ട് കാര്യമുണ്ടാ? അതുകൊണ്ട് ബല്ലോന്റെയും പറയുന്ന ക്രീമും അതും വാങ്ങിച്ച് തേച്ചിട്ട് മോന്തയും കളഞ്ഞ് പിന്നെ നാട്ടുകാരെടുക്കാൻ ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലായിപ്പോണ്ട. ഇവരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പൈസ ഇവരൊന്നും സഹായിക്കത്തുമില്ല. നന്ദി നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്തേ, ഇത് 4 ആൾ അറിഞ്ഞോട്ടായിരുന്നു.